നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വേദന നൽകുന്ന കാര്യങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത് തോൽവിയല്ല, അത് സ്വയം സംരക്ഷിച്ചുകൊണ്ടുള്ള ശാന്തമായ ധൈര്യമാണ്. ചില നഷ്ടപ്പെടുത്തലുകളാണ് നമ്മെ നമ്മളായി നിലനിർത്തുന്നത്. ചില അകലങ്ങളാണ് നമ്മെ നമ്മളാക്കുന്നത്. സ്വയം സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് ആത്മബോധമാണ്. സമാധാനം നഷ്ടപ്പെടുത്തുന്നിടത്ത് അകലം തന്നെയാണ് യഥാർത്ഥ രക്ഷ. സംശുദ്ധമായ ജീവിതം നയിച്ച ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ജി സുധാകരൻ സാറിന്റെ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ എപ്പിസോഡ് രാഷ്ട്രീയം കലർന്നതാണെങ്കിൽ കൂടി എന്റെ നാട്ടുകാരനും ഉന്നത വ്യക്തിത്വത്തിനുടമയുമായ ജി സുധാകരൻ സാറിനെ കുറിച്ച് എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതും അറിവുള്ളതുമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആലപ്പുഴക്കാരായ ഞങ്ങളെ സംബന്ധിച്ച് സുധാകരൻ സാറിനെ രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒന്ന് തന്നെയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജി സുധാകരൻ എന്ന ആ മനുഷ്യൻ. കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സംസ്കാര സാഹിതിയുടെ ഒരു ക്യാമ്പ് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ വെച്ച് നടക്കുകയുണ്ടായി. അത് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സുധാകരൻ സാറും അതിൽ പങ്കെടുത്തിരുന്നു. അന്ന് അതിനെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും വലിയ വിമർശനം അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു. അതൊന്നും അദ്ദേഹം കാര്യമാക്കിയില്ല, മുഖവിലക്കെടുത്തതുമില്ല. അത് കലാകാരന്മാരുടെ സംഘടനയാണ്, അവരെന്നെ വിളിച്ചു, ഞാൻ പോയി. അതിന് രാഷ്ട്രീയ മാനമൊന്നും കാണേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സുധാകരൻ സാറ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് 4 മണിക്ക് വരാമെന്ന് ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ വാച്ച് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എത്തുന്ന സമയം കൃത്യം 4 മണി തന്നെയായിരിക്കും. സാധാരണ രാഷ്ട്രീയക്കാർ 4 മണിക്കൊരു പ്രോഗ്രാം വെച്ചാൽ അത് തുടങ്ങുന്നത് 5 മണിയും 6 മണിയും ഒക്കെ ആകും. അങ്ങനെയുള്ള പരിപാടികളിൽ സുധാകരൻ സാറ് അദ്ദേഹത്തോട് പറഞ്ഞ സമയം കൃത്യം എത്തുകയും പരിപാടി ആരംഭിക്കാൻ താമസിച്ചാൽ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങിപ്പോകുന്നതും ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് കാരണം പ്രോഗ്രാമുകളിൽ സുധാകരൻ സാറിനെ ക്ഷണിച്ചാൽ സമയനിഷ്ഠ പുലർത്താൻ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട്. ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം അദ്ദേഹം ജീവിതത്തിൽ പുലർത്തുന്ന കൃത്യനിഷ്ഠയുടെ ചെറിയൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി മാത്രമാണ്. സുധാകരൻ സാറ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ പാവങ്ങളോടും തൊഴിലാളികളോടും ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. അന്നൊക്കെ നേതാക്കന്മാരുടെ ജീവിതവും ലളിതമായിരുന്നു. അത്തരം ത്യാഗോജ്വലമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുയർത്തിയത്. ഇത്തരം നേതാക്കന്മാരുടെ തണലിൽ ജീവിച്ച് വളർന്നവരാണ് ഇന്ന് 5 സ്റ്റാർ ജീവിതം, അതായത് ആഡംബര ജീവിതം നയിക്കുന്ന സുഖലോലുപന്മാരായ നേതാക്കന്മാരിൽ പലരും. പാർട്ടിക്കാരനായ ഒരുവൻ ബ്രാഞ്ച് സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ഉടൻ പറയുന്നത് അവൻ രക്ഷപ്പെട്ടു എന്നാണ്. വ്യക്തികളുടെ രക്ഷപ്പെടലിനാണ് അവിടെ പ്രാധാന്യം, അല്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിനല്ല. സത്യൻ അന്തിക്കാടിന്റെ സന്ദേശം എന്ന സിനിമയിൽ ഒരു സീനുണ്ട്. ശങ്കരാടിയുടെ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്ത ബോബി കൊട്ടാരക്കരയ്ക്ക് ശങ്കരാടി പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ബോബി കൊട്ടാരക്കര ഒരു ചോദ്യം ചോദിക്കുന്നു. ബോബി കൊട്ടാരക്കര പറയുന്നു, മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറഞ്ഞു തന്നുകൂടെ എന്ന്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഉത്തമ, നീ പാർട്ടി ക്ലാസ്സിൽ സ്ഥിരമായി വരാത്തത് കൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാകാത്തത്, നീ അവിടെ ഇരിക്കൂ എന്ന് പറയുന്നു. ശരിക്കും ശങ്കരാടി ആ ചിത്രത്തിൽ വിവരദോഷിയായ ഒരു നേതാവാണ്. ഇത്തരം ഒരു അനുഭവ കഥ സുധാകരൻ സാർ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വിവരിച്ചത് ശ്രദ്ധേയമാണ്. പണ്ട് മുതുകുളം എന്ന സ്ഥലത്ത് പാർട്ടിയുടെ ജനറൽ ബോഡി നടക്കുകയായിരുന്നു. നല്ല മിടുക്കന്മാരായ SFIയുടെ ചെറുപ്പക്കാരായ മെമ്പർമാർ അതിൽ പങ്കെടുത്തിരുന്നു. അന്നത്തെ തിരുവനന്തപുരം SFI ജില്ലാ പ്രസിഡന്റ് ക്ലാസ് എടുത്ത സഖാവിനോട് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചത് ഏത് വൈവിധ്യത്തിൽ പെടുമെന്ന്. 4 വൈവിധ്യങ്ങളാണ് ഉള്ളത്. ചോദ്യം ചോദിച്ച SFI നേതാവിനെ ഇറങ്ങിപ്പോടാ കഴിവറ മോനെ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ച് ഇറക്കി വിട്ടു. സന്ദേശത്തിലെ ശങ്കരാടിയെ പോലെ ആ സഖാവും ഒരു വിവരദോഷിയായിരുന്നു. സത്യത്തിൽ അയാൾക്ക് അതിന് മറുപടി പറയാൻ അറിയില്ലായിരുന്നു എന്നാണ് സുധാകരൻ സാർ പറയുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നവനും ഒന്നും അറിയില്ല, അത് കേൾക്കുന്നവന് ഒന്നും മനസ്സിലാകുകയുമില്ല. ചുരുക്കി പറഞ്ഞാൽ കഥയറിയാതെ ആട്ടം കാണുന്നവരാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ചുരുക്കം. രാഷ്ട്രീയം എന്തെന്നും കമ്മ്യൂണിസം എന്തെന്നും പഠിച്ചും പഠിപ്പിച്ചും വളർന്നു വന്ന ഒരു
നേതാവാണ് ജി സുധാകരൻ. ആലപ്പുഴ SD കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു ഐമനം കൃഷ്ണൻകുട്ടി സാർ. അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സാംസ്കാരിക നായകനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. എന്റെ കോളേജ് മിമിക്രി കാലഘട്ട വേളയിൽ യൂണിവേഴ്സിറ്റി മത്സരത്തിലേക്ക് എന്നെ തെരഞ്ഞെടുത്ത് അയക്കാൻ പ്രധാന പങ്ക് വഹിച്ച ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 3 പെൺമക്കളാണുള്ളത്. ജൂബിലി നവപ്രഭ, ഉമാ നവപ്രഭ, ലക്ഷ്മി നവപ്രഭ. ഐമനം കൃഷ്ണൻകുട്ടി സാറിന്റെ മൂത്ത മകളായ ജൂബിലി നവപ്രഭയെയാണ് സുധാകരൻ സാർ വിവാഹം കഴിച്ചിരിക്കുന്നത്. കൃഷ്ണൻകുട്ടി സാറും ഞാനും തമ്മിൽ വളരെ അടുത്ത സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ എന്നെ വിളിക്കുമായിരുന്നു. ജൂബിലി നവപ്രഭ എന്റെ വളരെ ജൂനിയറായി SD കോളേജിൽ പഠിച്ച ആളുമാണ്. മാത്രമല്ല പിൽക്കാലത്ത് അതേ കോളേജിൽ തന്നെ അധ്യാപികയായി എത്തുകയും വൈസ് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്യുകയും ചെയ്തു. സുധാകരൻ സാറിന്റെ രാഷ്ട്രീയത്തോട് എനിക്ക് വിയോജിപ്പുള്ളപ്പോഴും ഒരു നല്ല വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നെ പോലെ തന്നെ രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ആലപ്പുഴയിലുണ്ട്. അദ്ദേഹം മന്ത്രിയായി ചാർജ് എടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് എന്റെ സ്നേഹവും അഭിനന്ദനവും പങ്കുവച്ചിരുന്നു. അത് തികച്ചും വ്യക്തിപരവുമായിരുന്നു. അന്ന് ജൂബിലി എന്നെയും സ്നേഹിതനെയും സാറിനോടൊപ്പം നിർത്തി ഫോട്ടോയും എടുത്തിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം തന്റെ പാർട്ടി അണികളിൽ ചിലരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന അവഗണനയും പരിഹാസവും ഒക്കെ നമ്മൾ കേട്ടറിഞ്ഞതിനേക്കാളും കഠിനമായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. തന്റെ തണലിൽ നിർത്തി വളർത്തി വലുതാക്കിയവരിൽ പലരും അദ്ദേഹത്തിനോട് കാണിച്ചതും ഇപ്പോൾ കാണിക്കുന്നതുമായ നന്ദികേടാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ഇത്രയധികം വേദന ഉളവാക്കാനുള്ള കാരണം. അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പോൾ അദ്ദേഹം മാറി ചിന്തിച്ച് അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി സ്വതന്ത്രനായി നിന്നുകൊണ്ട് ചിലതൊക്കെ തുറന്നു പറയാൻ തയ്യാറായത്. ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതും ആലപ്പുഴക്കാർക്കെല്ലാം അറിയാവുന്നതുമായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒന്നുമില്ലാതെ വെറും വട്ടപൂജ്യത്തിൽ നിന്ന് വന്ന പലരെയും അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് അദ്ദേഹത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് മണി പവറിലും മസിൽ പവറിലും മണിമാളികയിലിരുന്ന് സുധാകരൻ സാറിന്റെ കല്ലെറിയുകയാണ്. ഇതുകൊണ്ടൊന്നും സുധാകരൻ സാറിന്റെ രാഷ്ട്രീയ വീര്യത്തെ തകർക്കാമെന്ന് ആരും കരുതേണ്ട. കാരണം മന്ത്രങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഇല്ലാതെ സത്യസന്ധമായ ജീവിതം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം. അത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ആലപ്പുഴയിലെ ജനങ്ങൾ രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതും. മുൻമന്ത്രി AK ബാലൻ ചോദിക്കുന്നു, സുധാകരൻ ഇനി എങ്ങനെ ഭുവനേശ്വരനെ ഓർക്കുവാൻ സാധിക്കുമെന്ന്. അതിന് സുധാകരൻ സാർ പറഞ്ഞ മറുപടി, എന്റെ അനുജന്റെ രക്തസാക്ഷിത്വം കൊണ്ട് മുതലെടുത്തത് പാർട്ടിക്കാരാണ്, അതിന്റെ നഷ്ടം ഞങ്ങൾക്ക് മാത്രമാണ്. ആ കേസിന്റെ നടത്തിപ്പിന് പോലും പാർട്ടി സഹായിച്ചില്ല. വീട്ടിലെ ആഞ്ഞിലിമരം വെട്ടി വിറ്റാണ് കേസ് നടത്തിയത്. MM മണി പറയുന്നത്, പാർട്ടി വിട്ടാൽ സുധാകരൻ വെറും ഷൂ. സുധാകരൻ പോയാൽ പാർട്ടിക്കൊരു കോപ്പുമില്ല. പാർട്ടി വിട്ടാൽ ഷൂവും പാർട്ടിക്കൊരു കോപ്പുമല്ലെങ്കിൽ പിന്നെന്തിന് സുധാകരൻ സാറിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ പാർട്ടി ഇത്രയ്ക്കും പെടാപ്പാടുപെടുന്നത്? മണിയാശാൻ ഒരുപക്ഷെ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് മണിയാശാന്റെ ജൽപ്പനങ്ങൾ. സുധാകരൻ സാർ പറയുന്ന പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസിൽ നിന്നും ചാടി വന്ന KV തോമസിന് 10-30 ലക്ഷം രൂപയാണ് മാസം ലഭിക്കുന്നത്. ഇത് പുഴുങ്ങി തിന്നാനാണോ? എന്തിനാണ് ഇത്രയധികം പൈസ? സാറേ, ഇത് അവരുടെയൊന്നും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് കൊടുക്കുന്ന പണമൊന്നുമല്ലല്ലോ. പാവങ്ങളായ ഞങ്ങളുടെയൊക്കെ നികുതി പണമല്ലേ. അത് ദൂർത്തടിച്ച് സുഖിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ് ഇന്ന് അവരുടെ രീതി. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എത്ര തവണ സ്ഥാനം ലഭിച്ചു എന്നതിലല്ല, ആ സ്ഥാനം ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിലാണ് കാര്യമെന്ന് നോക്കേണ്ടത്. അഴിമതിയുടെ കറപുരളാത്ത കരങ്ങളുള്ള ജി സുധാകരൻ സാർ ഇന്ന് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുകയാണ്. സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് സുധാകരൻ സാർ എന്ന സത്യം അമ്പലപ്പുഴയിലെ ഓരോ മൺതരിക്കും അറിയാവുന്ന സത്യമാണ്, പരമാർത്ഥവുമാണ്. UDFന്റെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ കെട്ടിവെച്ച പണം പോലും ലഭിക്കുമോ എന്നത് സംശയമാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വം ജില്ലയിലെ അടുത്ത മണ്ഡലങ്ങളിലും ചലനങ്ങൾ സൃഷ്ടിക്കും. അത് അദ്ദേഹത്തിന് പാരപണിതവർക്ക് ചങ്കിടിപ്പ് കൂട്ടുന്നതുമായിരിക്കും. ഇനി അഥവാ അദ്ദേഹം UDF പിന്തുണ സ്വീകരിച്ചില്ല എങ്കിൽ വോട്ടുകൾ വിഘടിച്ച് UDFന് കടന്നു വരുവാനുള്ള എളുപ്പ വഴി തെളിയുകയും ചെയ്യും. എന്തൊക്കെയായാലും സുധാകരൻ സാറിന് സന്തോഷിക്കാനൊന്നുണ്ട്. LDF അവിടെ നിലം തൊടില്ല. വരാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ, കാത്തിരുന്ന് കാണാം. സുധാകരൻ സാറിന്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.